പ്രതീക്ഷേനെക്കാൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്താ അസിസ്റ്റന്റ് ക്യാമറമാൻ. ഞാൻ കുഞ്ഞിലെ ആദ്യം ഹിന്ദു ആയിരുന്നു, പിന്നെ അച്ഛൻ മുസ്ലിമായി. അപ്പോൾ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം വരെ വയ്യാത്തതുകൊണ്ട് നമ്മളങ്ങനെ വ്ളോഗൊന്നും എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മളെല്ലാവരും ഓക്കെ ആയി, ഹെൽത്തി ആയി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇത് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. അതായത് നിലമോളുടെ ഫേസ് റിവീലിംഗ് ആണ്. സോ നമ്മൾ വിചാരിച്ച് ഫേസ് റിവീൽ ചെയ്യാതിരുന്നിട്ടൊരു കാര്യമില്ല. നമുക്ക് ഇവളുടെ ആ ഒരു ടൈമിലെല്ലാം നമുക്ക് മിസ്സാവും. ഇതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവൾ തന്നെ വലുതായി വരുന്ന സമയത്ത് മോളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഫേസ് റിവീൽ ചെയ്യാം. നമ്മൾ വിചാരിച്ചു നാട്ടിൽ വന്നിട്ട് ഫാമിലി ആയിട്ടെല്ലാം അയാളെ റിവീൽ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി നേരത്തെ കുട്ടിയൊക്കെ ചെയ്യാൻ നമ്മൾ രണ്ടുപേരും അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാൾക്കാരല്ല. വിശ്വാസത്തിന് ഒരു അങ്ങനെ നേരത്തെ മോക്ക് പാൽ കുടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പൊട്ടിത്തെറിക്കാറായി ഇരിക്കുമായിരുന്നു. അവിടെ എണീറ്റില്ല. ഞാൻ പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പോൾ എണീച്ച്. അപ്പോൾ നമുക്ക് പാലും കുടിച്ച് നമ്മുടെ കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ വ്ളോഗിൽ കയറാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് നമുക്കങ്ങനെ ഈ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം കുഞ്ഞിന്റെ ഫേസ് കാണിച്ചാൽ എന്തെങ്കിലും പറ്റും എന്നുള്ള അന്ധവിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ബാക്കിയുള്ളവർക്ക് വിശ്വസിക്കാം. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇതാണല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞിലെ ആദ്യം ഹിന്ദു ആയിരുന്നു, പിന്നെ അച്ഛൻ മുസ്ലിമായി. അപ്പോൾ എനിക്കങ്ങനെ കുറേ വിശ്വാസ കാര്യങ്ങൾക്ക് കുറവാണ്. അതേപോലെ ഞാൻ ക്രിസ്ത്യൻ ഫാമിലി കഴിച്ചു. എൻ്റെ ഫാമിലിയിൽ എപ്പോഴും ക്രിസ്ത്യൻ ആണ്. പക്ഷേ ഞാൻ വിശ്വാസപരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇന്റർ കാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്കും റിലീജിയൻ ഇല്ല. അവർ വലുതായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പം മോനോ മൂക്കോ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് റിലീജിയനിലേക്ക് പോകണമെന്ന് വെച്ചാൽ അത് അവരുടെ ഇഷ്ടം. വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും അവരുടെ ഇഷ്ടം എന്ന് മാത്രം വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസങ്ങൾക്കൊന്നും എതിരാണ് എന്നല്ല ഇതുകൊണ്ട് അല്ലല്ല. അവർക്ക് നമുക്ക് ആര് എന്ത് വിശ്വസിച്ചാലും അത് അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് കാണുന്നത്. സോ ലിയൻ ജനിച്ച അന്ന് തന്നെ ഞാൻ അവനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഞാനും അന്ന് മുതൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് പോസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് പോസ്റ്റ് ചെയ്തത്. ഇവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് 16 days അല്ല 15 days കഴിഞ്ഞത്. April 22 15 days കഴിഞ്ഞ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി അവളെ പോസ്റ്റ് ചെയ്യാതെ ഫേസ് ഒക്കെ മറച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമുക്കൊരു മെമ്മറി ആയിട്ട് വരുന്നത്. മോളുടെ കുറച്ച് കാര്യങ്ങളുടെ പുറകെയായിരുന്നു നമ്മൾ. അവളിപ്പോൾ ഒന്ന് കാമായി ഉറങ്ങുക. നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. നമ്മളിപ്പം 2-3 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴി കാണിച്ചു തരാം. നമ്മളോരോ വ്ളോഗിലും ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ് മേടിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് ബാക്കിയുള്ളത് ഇനി വരെ മിക്കവാറും എല്ലാം ഒരു ദിവസം ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം മോളൊന്ന് കാമാവണ്ടേ ഇതൊക്കെ ചെയ്യാൻ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഓരോ ദിവസമായിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഷൂട്ട് ഒന്ന് ചെയ്തിട്ട് പിന്നെ അതിന്റെ റിവ്യൂ പറയാം. അപ്പോൾ നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇതിപ്പോൾ 2 സാധനമേ ഉള്ളൂ. അതിൽ ഒരെണ്ണമാണ് ഈ ഒരു സെറ്റ്. രണ്ടാമത്തത് നമ്മളൊരു സോഫ ബെഡ് പോലെ ചെയ്തിട്ട് മോളെ എടുത്താനുള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ ആദ്യം ഈ പ്രോഡക്റ്റ് വെച്ചാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോളുടെ ഫേസ് ആദ്യം കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റനിങ് കിറ്റാണ്. നമ്മൾ ഈ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പം അമ്പല പോലെ ഇരിക്കത്തില്ല. നമ്മൾ ഈ സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന സമയത്ത് ഈ അമ്പല പോലെ ഇരിക്കുന്ന ആ ലൈറ്റനിങ് കിറ്റാണ്. സോ നമ്മളത് വെച്ചിട്ട് സ്വന്തം ട്രൈ ചെയ്യുക. നമ്മളിപ്പം പുറത്തുനിന്ന് എൻക്വയറി ഒക്കെ ചെയ്യുന്ന സമയത്ത് $600 $700 ആകുമ്പോൾ യൂട്യൂബ് വീഡിയോയ്ക്കും പിന്നെ ഒരു ഫോട്ടോഷൂട്ടിനും റീലിനും എല്ലാം കൂടെ 300 സെപ്പറേറ്റ്. അപ്പം നമ്മൾ ഈ സാധനം എല്ലാം മേടിച്ചു. ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരു ക്യാമറ വാങ്ങിയായിരുന്നു.
ക്യാമറ അത്യാവശ്യം നല്ലൊരു സോണിയുടെ ക്യാമറയാണ്. അപ്പം നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും ഷൂട്ട്. നമ്മൾ ഷൂട്ട് എന്തായാലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ യോജി ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മോളുടെ ബാസ്ക്കറ്റ് നമ്മൾ മാറ്റി ഇപ്പോൾ വേറെ ഒരെണ്ണം എടുത്തു. ഇച്ചിരി കൂടെ വലുത് വേണ്ടി വന്നു. അപ്പോൾ അവളവിടെ കിടപ്പുണ്ട്. അവിടെ ഇതാ ഒരു ക്യാമറ, ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇതാണ് നമ്മുടെ ക്യാമറ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറയാണ്. സോണി A75. എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാമറ. അതിൻ്റെ കൂടെ ഒരു ലെൻസുണ്ട്. നമ്മളല്ലാതെ ഒരു ലെൻസ് വാങ്ങിയിട്ടുണ്ട്. ഇത് G-Master 2 എന്ന് പറയും. അത്യാവശ്യം നല്ലൊരു ലെൻസാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ലെൻസാണ് G-Master 2. സോ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇത് മെയിനായിട്ട് നമ്മളെടുത്തത് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നമുക്ക് എന്തായാലും പ്രൊഫഷണലി വേണം. നമുക്ക് ഫോട്ടോ നല്ലപോലെ എടുക്കണം. നമുക്ക് ലിയാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള അവൻ ഓൾറെഡി പരാതിയാണ് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തത്. ഇനിയെങ്കിലും ആ പരാതി നമുക്ക് മാറ്റിക്കണം. സോ എടുക്കാൻ പറ്റാവുന്ന മെമ്മറീസ് എല്ലാം നമുക്ക് മാക്സിമം അതിനകത്ത് എടുക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. അതിനു വേണ്ടിയിട്ടാണ്. പൈസ ഇല്ല എങ്കിലും നമ്മൾ ഇത്ര എടുത്ത്. പിന്നെ നാട്ടിൽ വന്നിട്ട് യോജി ഇങ്ങനെ ഫോട്ടോഗ്രാഫി ഒന്ന് നോക്കണം, പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ നല്ല ക്യാമറ എന്തായാലും മേടിച്ചു. നമ്മളത് പഠിക്കാമെന്നാണ് ആഗ്രഹം. നമുക്ക് പതുക്കെ മോളെ എടുത്താലോ? എന്തായി ഫോട്ടോ നോക്കട്ടെ. ഓ സോ ക്യൂട്ട്. പൊളി. നമ്മുടെ DJയിലൊക്കെ ഒന്നുമല്ല, നമുക്ക് റോ ഫോട്ടോ എഡിറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് ഇതിന് പൊളി. അങ്ങനെ നമ്മൾ അവളായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുവാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷേനേക്കാൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലിയനെയും കൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോ വീഡിയോ എടുക്കണം. അങ്ങനെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നീലാമോള്. അവൾ ചെറുതായിട്ട് കലിപ്പിലാണ്, അതാണ് ഞാൻ മാത്രമായിട്ട് വീഡിയോ എടുക്കുന്നത്. അവൾ ഡൈപ്പർ ചേഞ്ച് ചെയ്യുക. അതാണ് ഈ മരണവിളി. നിങ്ങൾക്ക് കേൾക്കാവോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വെളിയിൽ ഭയങ്കര മരണവിളിയാണ്. ഡൈപ്പർ ചേഞ്ചിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിവ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സ്വാഡിൽ ചെയ്യാൻ ഭയങ്കര പാടുപെട്ടു. പക്ഷേ നമ്മൾ അവസാനം അവൾ സെറ്റിലാക്കി കിടത്തി അങ്ങ് ഷൂട്ട് ചെയ്തു. ആക്ച്വലി ആ ഫോട്ടോസിന് ഭയങ്കര ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഷോട്ട് ഞാൻ ഇടാം. അപ്പോൾ കാരണം എല്ലാം എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ എന്തായാലും നടക്കത്തില്ല. അപ്പോൾ 2 ഷോട്ട് ഇപ്പോൾ ഞാൻ ഇടാം. ഞാൻ 2 ഷോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ന്യൂ ബോൺ ഷൂട്ട്. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് കാണുന്നതായിരുന്നു. ഇങ്ങനെ കുട്ടികളെ അവർ പാരൻസ് എൻ്റെ മുന്നേ എനിക്കിങ്ങനെ പാലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ചെസ്റ്റുള്ള ഒരു ശീലമല്ല. അപ്പോൾ എനിക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര അൺകംഫർട്ടബിളാണ്. പക്ഷേ എനിക്ക് ചൂടും എടുക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് സോ അവളുടെ ഷൂട്ട് എന്തായാലും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അതേപോലെ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഷൂട്ട് എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഷൂട്ടിന് ചെറിയൊരു ഗ്ലിംസ് നമുക്കിപ്പോൾ ഇടാം. തൻവിയും മോനും കൂടെ പുറത്ത് പാർക്കിൽ കളിക്കാനും പിന്നെ സപ്പർ വാങ്ങാനും അറിയാകുമ്പോൾ സപ്പറിൻ്റെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം ഒന്നിനും സമയമില്ലെന്ന്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആ സമയം കൊണ്ട് അവർ വരുന്നതിന് മുമ്പ് അടുത്ത ഫോട്ടോഷൂട്ടിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കുക. ഫോട്ടോഷൂട്ട് പിന്നെ നാട്ടിലേക്ക് പോകാനുള്ള പെട്ടിയെല്ലാം പാക്ക് ചെയ്യുക. അതാ വരുന്നു. പെട്ടി പാക്ക് ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള ഓരോ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് മൊത്തം അലങ്കോലമാണ്. ഇനി ഒരു 1 വീക്കെങ്കിലും എടുക്കും എല്ലാം സെറ്റിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ അടുത്ത ഫോട്ടോഷൂട്ടിനുള്ള ഈ സോഫയോ കട്ടിലോ എന്തോ അവൾ മേടിച്ചിട്ടുണ്ട്. അത് നോക്കിയിരുന്നിട്ട് സെറ്റ് ചെയ്യട്ടെ. നമ്മുടെ നിലാമോളുടെ അടുത്ത ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പേ നമുക്ക് അവൾ നല്ലൊരു
ബാത്തൊക്കെ കൊടുത്ത്, കാരണം ബാത്ത് റോബ് ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുളിച്ചതിന് ശേഷം ഇടുന്ന റോബ്. അവൾക്ക് കുളിക്കാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഡാറ് കിടപ്പുണ്ട് അവിടെ. കുക്കി വേണോ നീ? കുക്കി വേണോ? പപ്പ മാത്രം തന്നെ ഇതുവരെ കുളിപ്പിച്ചിട്ടുള്ളൂ. അതാണ് നല്ലത്. അങ്ങനെ അടുത്ത ഷോട്ടിലേക്ക് നമ്മൾ റെഡിയാക്കുക. അയ്യോ പൊന്നെ, തുമ്മലൊക്കെ വന്നേ. അച്ചോടാ, പെട്ടെന്ന് കേട്ടോ, അപ്പൊ പിന്നെ തണുക്കില്ല. ഒരു പൊന്നെ സുന്ദരി. വള്ളിയുണ്ട്, തലയിലിടാൻ തൊപ്പിയുണ്ട്, കാലിടാൻ ഷൂ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സുന്ദരി, ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇടാറുണ്ട്. കയറൊക്കെ കുറച്ച് പാൽ കുടിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നിങ്ങളുടെ രണ്ടാമത് ഷൂട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഷൂട്ട് ഭയങ്കര പാടായിരുന്നു. എസ്പെഷ്യലി അവളെ തലയിൽ റാപ്പ് ചെയ്യുന്ന സാധനം. എൻ്റെ പൊന്നേ, ഒരു 50 തവണ ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾ നല്ല കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. മോള് പാവം. ലിയന് സ്കൂളിലുള്ള സമയത്താണ് ചെയ്യുന്നത്. കാരണം അവനല്ലെങ്കിൽ അവന് മനസ്സിലാവത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. അവന് വന്ന് അവളെ എടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഭയങ്കരമായിട്ട് പക്ഷേ ഈ ഫോട്ടോസൊക്കെ ഭയങ്കരമായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷേനേക്കാളും നല്ലതായിട്ടാണ് ചെയ്തത്. ഞാൻ സ്റ്റാർബക്സിൽ പോയിട്ട് പപ്പ് കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാപ്പച്ചീനോന്നോ പപ്പച്ചീനോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. ഇവിടുത്തെ പട്ടിക്കൊക്കെ ഒരു ചെറിയ കപ്പിൽ ഇച്ചിരി വിപ്പ് ക്രീം ഇട്ട് കൊടുക്കും. ആ കപ്പാണ് വെച്ച് ചെയ്തത്. കണ്ണിൽ ക്യുക്കമ്പറൊക്കെ ഇട്ട്. സോ ക്യൂട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അവൾക്ക് ഇത്രയും ചേരുമെന്ന്. അപ്പോൾ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് റിവ്യൂ. എന്തായാലും മോള് നല്ല ഒരു കാം ബേബിയാണ്. എല്ലാം 2.5-3 മണിക്കൂറാകുമ്പോൾ എണീക്കും, പാല് കുടിക്കും. പിന്നെ അവളുടെ വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവൾക്ക് പൂപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് ഗ്യാസ് കയറി ഇരിക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം അവൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കും. പക്ഷേ നമ്മൾ അവൾക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവൾ സെറ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ഷൂട്ടിനെ കുറിച്ച് പറയുന്നില്ല, അങ്ങ് അങ്ങനെ ലാസ്റ്റ് എടുത്ത ഫോട്ടോസിൻ്റെ 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സാധനത്തിൻ്റെ അകത്താണ് മോളെ കിടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് നമുക്ക് നോക്കാം. മോളുടെ അടുത്ത ഫോട്ടോഷൂട്ടാണ്. പുള്ളിക്കാരത്തി എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ഒരു കുഴപ്പമില്ലാതെ കിടന്നു വരുന്നുണ്ട്. ആൾക്ക് കുറച്ച് പാല് കൊടുത്താൽ സെറ്റാണ്. പിന്നെ ഞാൻ എന്താ അസിസ്റ്റൻറ്റ് ക്യാമറമാൻ യോജിയാണ് എല്ലാ ഫോട്ടോ എടുക്കുന്നത്, ഞാൻ ലൈറ്റിങ് പിടിക്കുക. അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ഷൂട്ട് കണ്ടു കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ മൂന്നാമത്തെ ഷൂട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവൾ ആ ഡ്രസ്സ് ഇടണമായിരുന്നു. പിന്നെ ഇവിടെ ഇച്ചിരി ഒരു ചൂടുണ്ടായിരുന്നു. ബട്ട് ഭാഗ്യത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ഞാൻ ജനലൊന്ന് തുറന്നിട്ടു. ജനൽ തുറന്നപ്പോഴത്തേക്കും അവളുടെ ബോഡി ഇങ്ങ് നല്ല കൂളായി, അവൾ റിലാക്സായി. ഇതൊരു ടെഡി ബെയർ കോസ്റ്റ്യൂമാണ്. അതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ അകത്ത് ടെഡി ബെയർ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മൂന്നാമത്തെ ചെയ്ത ഷൂട്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ഷൂട്ടിൽ അവൾ തന്നെ കുറേ പോസ്റ്റേഴ്സ് അവൾ തന്നെ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും ഒക്കെ മാറ്റി ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ മൂന്നാമത്തെ സംഭവം ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സൂമപ്പും അല്ലാതെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ആയിട്ടുണ്ട്. ഇനി ആ മൂന്നാമത്തേൻ്റെ കുറച്ച് 2 ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടുതരാം. അതാണ് നമ്മൾ ചെയ്തത്. ഇതിൽ മോൾ തന്നെ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റൊക്കെ മാറി തന്നായിരുന്നു. എളുപ്പമായിരുന്നു ഈ ഷൂട്ട്. ഇത് നമ്മൾ ഒരു 20 മിനിറ്റിനകത്ത് ഈ ഷൂട്ട് അങ്ങ് എടുത്ത് തീർത്തു. പിന്നെ ഇതിൻ്റെ എല്ലാ പ്രോപ്പും ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നമുക്കിപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ചിലവായേനെ. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. അപ്പം അപ്പോൾ നിങ്ങൾ മോളുടെ ഫോട്ടോ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടു വിചാരിക്കല്ല, നിങ്ങൾ ഫോട്ടോ കണ്ടല്ലോ. അപ്പം ഇതാണ് ഞങ്ങളുടെ മോള്. അങ്ങനെ നമുക്കൊരു മോനെയും ഒരു മോളെയും കിട്ടിയിരിക്കുന്നു. ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി അടുത്ത പരിപാടികൾ എന്ന് വെച്ചാൽ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളാണ്. മെയിനായിട്ട് ബ്ലോഗിൽ ഹെൽത്ത് ഇഷ്യൂ മാത്രമല്ല,
ഈ സാധനങ്ങൾ ഒതുക്കുന്നതും സ്റ്റോർ റൂമിൽ എന്തൊക്കെ 90s സാധനങ്ങൾ വരെ എടുക്കാൻ തോന്നുന്നു വന്നത്. ഞാൻ 2020 ഇവിടെ മൂവ് ചെയ്ത കഴിഞ്ഞ 6 വർഷം സാധനങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് എടുത്ത് ആ കബോർഡ് അവിടെ ഇവിടെയൊക്കെ വെച്ച് അയ്യോ നീ നമുക്ക് ഈ സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്ത് ഓരോന്ന് സ്റ്റോറേജ് ബെഡ് ആ ബെഡിന്റെ താഴെ കുറേയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, കുറേയൊക്കെ മാർക്കറ്റ് പ്ലേസ് ഇട്ടു, കുറേതൊക്കെ ഡൊണേറ്റ് ചെയ്തു. ഏകദേശം ഇപ്പോൾ ഡെയിലി രാവിലെ കുറേ ഗാർബേജ് ബാഗിലേക്ക് ഇതെല്ലാം വാരിയിടുക. ഡൊണേഷൻ പ്ലസ് സാൽവേഷൻ ആർമി ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് ഡൊണേഷൻ ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ പരിപാടി. ശരിയാവില്ല. അവർക്ക് നടന്നില്ലെന്ന് തോന്നുന്നു. ആദ്യം അവളൊന്ന് ബേപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കൊടുക്കാം. സോ അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. യോജിക്ക് പറയാൻ ഭയങ്കര മടിയാ ഗൈസ്. അപ്പൊ ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ അതാ മോള് ഇപ്പൊ പതുക്കെ ഒന്ന് കാമായി തുടങ്ങി. വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വെളിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഞാൻ പമ്പ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ പിന്നെ നമ്മൾ പബ്ലിക്ലി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടില്ലല്ലോ. സോ അവളിപ്പം നല്ല കാമാണ്. നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാലോ. സോ എനിവേസ് ബൈ ബൈ.